ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഉച്ചയൂണ് പരിപാടികളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരിയൊക്കെ അടപ്പിയിട്ടു, ചാക്സിനകത്ത് ഇറക്കി അങ്ങോട്ട് വെച്ചു. പിന്നെ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് നെത്തോലി, കുറച്ച് ചുമന്ന മീൻ. നമ്മളതൊക്കെ കഴുകി വെട്ടി വൃത്തിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ടാങ്ക് കലക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ടാങ്ക് കുറച്ചെടുത്ത് കലക്കി ഞാനും ചേട്ടനും കൂടെ കുടിച്ചു. പിന്നെ നെത്തോലി മസാലയൊക്കെ പുരട്ടി കുറച്ച് വറക്കാൻ മാറ്റി വെച്ച് ചുമന്ന മീൻ നമുക്ക് കറിയും വെക്കാം. അങ്ങനെ പിന്നെ അത് മസാല പറ്റി മാറ്റി വെച്ചിട്ട് പിന്നെ പുളിശ്ശേരി വെക്കാൻ പോവാണ്. കടുകും മുളകൊക്കെ വറുത്ത് പുളിശ്ശേരി, നല്ല പശുമ്പാലിൻ്റെ തൈരാണ്, വീട്ടിൽ തന്നെ ഉറച്ചത്. അങ്ങനെ നല്ല പുളിശ്ശേരിയൊക്കെ വെച്ച് കണ്ടില്ലേ, അങ്ങനെ പുളിശ്ശേരി റെഡിയായി. പിന്നെ നമ്മൾ പുരട്ടി വെച്ചിരുന്ന മസാല പുരട്ടി വെച്ചിരുന്ന നെത്തോലി എടുത്ത് വറക്കാൻ അങ്ങോട്ട് വെച്ചു. അത് കഴിഞ്ഞ് മോര് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മീൻ കറി വെക്കാൻ പോവാണ്. ചുവന്ന മീനില്ലേ, അതിന് പേരെന്തോ പറയുന്നത് എനിക്കറിയത്തില്ല, ഞാൻ പക്ഷേ ചുവന്ന മീനെന്നാണ് പറയുന്നത്. ആ മീൻ എടുത്തിട്ട് കറി വെക്കാൻ പോവാണ്. അത് മുളക് കറി. അപ്പോൾ അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്പെഷ്യൽ മീൻ കറിയാണ്. ഞാൻ വെച്ചതുകൊണ്ട് പറഞ്ഞതല്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അതെ, ഈ മീൻ ഇതെല്ലാം ഞാൻ വെട്ടി വൃത്തിയാക്കി രാവിലെ വെച്ചു, അതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറക്കി തിളച്ച അരപ്പിനകത്തോട്ട് ഇട്ടു. കണ്ടോ, അങ്ങനെ മീനൊക്കെ ഓരോന്നോരോന്നായിട്ട്. പക്ഷേ ഇത് കൂടുതൽ ഇളക്കി ഈ മീൻ കുറച്ച് പൊടിഞ്ഞു പോകും, അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. കറക്കി എടുത്താൽ മതി, നന്നായിട്ട് കിട്ടും. അങ്ങനെ മീനെല്ലാം പറക്കി അതിനകത്തോട്ട് വെച്ച് മീൻ അടച്ച് വെച്ചിട്ട്, അപ്പോൾ ചേട്ടൻ പോയി കടയിൽ പോയിട്ട് വന്നപ്പം ഉഴുന്നുവടയും പരിപ്പുവടയും മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. കീഴ്പള്ളി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത്. നല്ല ഫ്രഷ് സാധനമാണ്, നല്ല ചൂട് സാധനം, നല്ല ടേസ്റ്റ് കേട്ടോ. കീഴ്പള്ളി കടയിലെ സാധനമൊക്കെ അടിപൊളിയാണ്, ഞങ്ങളുടെ സ്വന്തം കടയാണ്. അങ്ങനെ അവിടുന്ന് പോയി അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അതും തിന്ന് അപ്പോഴേക്കും മീൻകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ 1 മണിയായപ്പോഴത്തേന് എനിക്ക് വിശന്നുകൊണ്ട് ഞാൻ ചോറും മോരും മീൻകറിയും നെത്തോലി വറുത്തതും എല്ലാം കൂടെ കൂട്ടി അങ്ങ് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി, ഉച്ചപരിപാടി. ഓക്കെ, ടാറ്റാ.